അരി ഇടണ വെച്ചാൽ നല്ല റേഷൻ അരമണിക്കൂർ വേഗമുള്ളൂ. അരമണിക്കൂർ വേഗമുള്ളൂ പറയും. പെട്ടെന്ന് വേവില്ലേ? പെട്ടെന്ന് നല്ല ചൂട് വെള്ളമിട്ട് വേണം. എന്താ തീരത്തിന. ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കുറച്ച് കോവയ്ക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ വാങ്ങിട്ട് വന്നാണ്. മൂത്തിട്ടേ ഇല്ല. കോവയ്ക്ക് വെച്ചിട്ടൊരു അവിയലാണ് കേട്ടോ. കോവയ്ക്ക് അവിയൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഫേസ്ബുക്കിലാണ് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫോളോ ചെയ്യുക. കോവയ്ക്ക് നന്നായി കഴുകി നീളത്തിൽ അരിഞ്ഞെടുക്കട്ടെ. മൂത്തിട്ടില്ല കേട്ടോ. അത്യാവശ്യം കുറച്ച് തേങ്ങ വേണ്ട അവിയലിന്. ഏട്ടെന്നും തേങ്ങ ചിരകി തരും. ഇയാൾക്ക് എന്നും തേങ്ങ ചിരകൽ മാത്രമേ ഉള്ളൂ പറയും. തേങ്ങയ്ക്ക് എന്താ വിലയല്ല കേട്ടോ. നമുക്ക് അവിയൽ വെക്കാം. നീളത്തിലരിഞ്ഞാണ് കേട്ടോ. ഒരു അരക്കിലോ കോവയ്ക്കുണ്ട്. അരക്കിലോ അവിയല. 2 പച്ചമുളക്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ. ഇതൊന്ന് വേകട്ടെ. അപ്പോഴേക്കും നമുക്ക് തേങ്ങയൊന്ന് അരച്ചെടുത്ത് വരാം. ഒരു മുറി തേങ്ങ കേട്ടോ. ഇതിലൊരു 3 പച്ചമുളക്, 2 എണ്ണം ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ നല്ല ജീരകം. ഒന്ന് ഒതുക്കിയെടുത്തിട്ട് വരാം. കോവയ്ക്ക് വന്താ നോക്കാം. ഓ അടിപൊളിയായി വന്നു കേട്ടോ. അരപ്പിട്ട് കൊടുക്കുക. തേങ്ങ പൊടിച്ച പോലെ ഉണ്ട് കാണാൻ. അതെ. നമ്മുടെ തൈര് ഒഴിച്ച് കൊടുക്കട്ടെ. ഒന്ന് ചൂടാവട്ടെ. കുറച്ച് കറിവേപ്പില, ഓഫാക്കുക. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. എന്താ മണം അവിയലിൻ്റെ. സൂപ്പർ ടേസ്റ്റാണ് അത്. സാധാരണ അരപ്പന്നെ മണം വരില്ലേ? അവിയൽ ഇങ്ങനെ വയ്ക്കാത്തവരൊന്ന് വെച്ച് നോക്കുക കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചീരക്ക് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചതാണ്. ചീരക്കറി വയ്ക്കാം. ചട്ടി ചൂടാവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാവട്ടെ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം.
2 വറ്റൽമുളക്, 5-6 വെളുത്തുള്ളി ചതച്ചത്, 10 ചെറിയ ഉള്ളി, 2 പച്ചമുളക് ഇട്ടാൽ ഉള്ളി നന്നായി മൂത്ത് വരട്ടെ. ഉള്ളിയൊക്കെ മൂത്ത് വന്നു. ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 നുള്ളു മഞ്ഞൾപ്പൊടി, നമ്മൾ ചീരി ഇട്ട് കൊടുക്കാം കേട്ടോ. ഫ്രഷ് ചീരി ഉണ്ടത് നമ്മുടെ അവിടെ നിന്ന് കിട്ടിയതാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. രണ്ട് മിനിറ്റ് അടച്ച് വെക്കട്ടെ. മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതാണ് പരിപ്പ്. ഇതിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായി തിളക്കട്ടെ. നമ്മുടെ കറി നന്നായി തിളച്ചുവിട്ടാണ് ഉണ്ടാവും. അല്ല കുറുകിയ കറിയായില്ല. ഇതുപോലെ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കുക കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. തേങ്ങയില്ലെങ്കിലും അടിപൊളിയാണ്. അതെ അതെ. ഓഫാക്കുക. സൂപ്പർ കറി. തുറപ്പം വേണ്ടിയിട്ടേ അങ്ങനെ തുറപ്പം വേണ്ടിയിട്ടുണ്ടോ ഏട്ടാ നേരാക്കി ഉണ്ടോടൊക്കെ കാട് വെച്ച് വൃത്തിയാക്കി സൂപ്പറായിട്ട് കാട് കണ്ടു. കാട് വെട്ടി വൃത്തിയാക്കി. ഓ എത്ര നല്ല സ്ഥലം. എന്താ ഒക്കെ തുറപ്പം വേണ്ടിയിട്ടാണ്. ഒരു റൂമുള്ള സ്ഥലമായി. പിന്നെന്താ റൂമിനുള്ള സ്ഥലമായി. ഇപ്പത്തും കൂടി വൃത്തിയാക്കണം. അപ്പം അവിടെയും ഭംഗിയാവും. തീ ഇട്ടേ മാറി. ഞാൻ പറഞ്ഞില്ല ഇവിടെ വൃത്തിയാക്കണം. അപ്പോഴേക്ക് ഇന്ന് വൃത്തിയാക്കണം. അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ കൈക്കോട്ട് വന്നു. അതെ അപ്പുറത്ത് നമ്മുടെ കൈക്കോട്ടില്ല കേട്ടോ. കൈക്കോട്ടില്ല ഗൈസ്. അച്ഛനിപ്പം അതിനെ തള്ളിപ്പൊളിക്കുന്നതുകൊണ്ട് കൊടുക്കുമ്പോഴേക്ക് കല്ലിലിട്ടിട്ട്. അടിപൊളി ചീരക്കറി. അതുപോലെ വെക്കാത്തവർ വെക്കാട്ടാ. പിന്നെ പപ്പട. കോവയ്ക്കാവില്ലേ ഊണ് വയ്ക്കോ. ഏട്ടന് പണിയില്ലാത്തതുകൊണ്ട് ഞാൻ ഏട്ടനോട് ചോറിന് കേട്ടാ. അല്ലെങ്കിൽ എപ്പോഴും ഒറ്റയ്ക്ക് വന്നോളൂ. ഞാനും എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ വേണ്ടി. സൂപ്പറാ. അപ്പോൾ ഞങ്ങൾ ഊണ് കഴിക്കിട്ട് അത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ. ബൈ ബൈ, സീ യു.